നമസ്കാരം. നമസ്കാരം. കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് സംസ്ഥാനങ്ങളും കൂടിയാണ്, ആസാമിലും പുതുശ്ശേരിയിലും. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ഏറ്റവും ഒടുവിലത്തെ കണക്ക് ലഭിക്കുമ്പോൾ ഏതാണ്ട് ആസാമിൽ 90% അടുത്തേക്ക് പോളിംഗ് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 85% മുകളിലേക്ക് പോളിംഗ് പോയി കഴിഞ്ഞു. 126 സീറ്റുകളാണ് ആസാമിലുള്ളത്. അതെ. ഈ പോളിംഗ് ശതമാനം കൂടിയത് വാസ്തവത്തിൽ നമുക്കറിയാം, SIR നടപ്പാക്കാത്ത ഒരു സംസ്ഥാനമാണ് ആസാം. ആസാം ഇപ്പോഴും തുടർഭരണം NDA ആണ്. നിലവിൽ NDA ആണ്, BJP ആണ് അവിടെ ഭരിക്കുന്നത്. BJPയുടെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ. അപ്പോൾ ഈ ആസാമിൽ SIR നടപ്പാക്കിയിട്ടില്ല. കാരണം അവിടെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അത് മറ്റൊരു വിഷയമാണ്. എങ്കിലും SIR നടപ്പാക്കാത്ത വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റം നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആസാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ വോട്ടിംഗ് ശതമാനം കൂടിയതിനെക്കുറിച്ച് പല ആശങ്കകളുമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറഞ്ഞതുപോലെ തുടർഭരണം, BJP ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടേമായിട്ട് BJP ഭരിക്കുകയാണ്. 2016-ലും 2021-ലും BJP വിജയിച്ചു. 2016-ൽ സർബാനന്ദ് സോനോവാളായിരുന്നു അവിടെ ഭരണത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. പിന്നെ അതിനുശേഷം അവിടെ നമ്മുടെ ഈ കോൺഗ്രസിൽ നിന്ന് മാറി BJPയിലേക്ക് വന്ന ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ മുഖ്യമന്ത്രിയായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വലിയ രീതിയിൽ അവിടെ BJP കുതിക്കുന്നത്. അപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം കൂടിയത് ഒരല്പം ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞുകയറ്റക്കാരായ ആൾക്കാർ ധാരാളം അവിടെ കടന്നുകൂടി വ്യാജരേഖകൾ ഉപയോഗിച്ച് ഈ വോട്ടർ ID കാർഡും ആധാറും ഒക്കെ സമ്പാദിച്ചിട്ടുണ്ട് ആസാമിൽ. അത് മുമ്പ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ ചെയ്തതാണ്. പിന്നെ ഈ ബംഗാളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ബംഗാളിൽ വന്നതിന് ശേഷം ബംഗാളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. എങ്കിലും BJPയുടെയും ഹിമന്തയുടെയും പൊതുവായ ഒരു വിശ്വാസം എന്ന് പറയുന്നത് തുടർഭരണം സാധ്യമാകും. ഇപ്പോൾ കഴിഞ്ഞ തവണയുള്ള ഭരണം ഹിമന്തയുടെ അത്രയും നല്ല ഭരണമായിരുന്നു എന്നാണ് BJP അവകാശപ്പെടുന്നത്. നമുക്കത് വിശകലനം ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആസാം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ പുറകിലായിരുന്നു. നമുക്കറിയാം, അവിടെ വലിയ രീതിയിൽ തൊഴിലില്ലായ്മ, അതുപോലെ ഈ ഉൾഫ തീവ്രവാദം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആസാം വേറൊരു രാജ്യമായിട്ട് പോകണം എന്ന് താല്പര്യപ്പെട്ട് അത്തരത്തിലുള്ള ചൈനയുടെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ പല കുഴപ്പങ്ങളും നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. പക്ഷെ അതെല്ലാം ഇന്ന് ഏതാണ്ടൊക്കെ അവസാനിപ്പിച്ച് ആസാം ഭാരതത്തിൻ്റെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഉൾഫക്കാരൊക്കെ ആയുധം താഴെ വച്ച് ഇന്ന് അവർ പൊതുജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആസാമിൽ കാണാം. വളരെ പണ്ട് തൊട്ടേ അവിടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് ആസാം. ഏതാണ്ട് 40% മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ് ആസാം. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ നുഴഞ്ഞുകയറ്റം വലിയ രീതിയിൽ ആസാമിനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് BJPക്ക് ഒരു ആശങ്ക അവിടെ ഉളവാക്കുന്നത്. പക്ഷേ ആശങ്കയ്ക്ക് അടിസ്ഥാനമൊന്നുമില്ല എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്നത് ന്യൂനപക്ഷം ഇത്ര ഉണ്ടെങ്കിലും ആസാമിൽ BJP തന്നെയായിരിക്കും വീണ്ടും വരാനുള്ള സാധ്യത. നമുക്ക് അതിലേക്ക് വരാം. അതിലേക്കാണ് വരുന്നത്. BJP തിരിച്ചു വരുമോ ഇല്ലയോ, ഭരണം നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ ആസാമിൽ ഈ മുസ്ലിം ജനസംഖ്യ ഇത്രയുണ്ടെങ്കിലും അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം തദ്ദേശീയരായ മുസ്ലിങ്ങളും ഈ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ, റോഹിംഗ്യകൾ, ഇവരുമായിട്ട് നിരന്തരം സംഘർഷം നടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ആസാം ഗവൺമെൻറ്റും ഹിന്ദുക്കളും ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് സംഘർഷത്തിൽ എപ്പോഴും ഒരു മേൽക്കൈ കിട്ടും. ഈ റോഹിംഗ്യകളാകട്ടെ, ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങളാകട്ടെ, അവർ വലിയ പ്രശ്നത്തിൽ അകപ്പെടും. അതുമാത്രമല്ല, ഈ ആസാമിൽ ഏതാണ്ട് 65 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് ഈ കയ്യേറിയിരിക്കുന്നത് നുഴഞ്ഞു കയറിയ ആൾക്കാർ. അതിൽ 1 ലക്ഷം ഹെക്ടർ ഭൂമിയെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഒഴിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ, എനിക്ക് 10 വർഷത്തെ സമയം തന്നാൽ ഞാൻ ഈ ഭൂമി മുഴുവനും ഒഴിപ്പിക്കാം.
നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ ഇവിടുന്ന് അടിച്ചോടിക്കാം. അടിച്ചോടിക്കാം. ഈ ബംഗാളിൽ SIR നടപ്പാക്കിയപ്പോൾ നമ്മൾ ഒരു കാഴ്ച കണ്ടു. ബംഗാളിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാരിങ്ങനെ നടന്ന് അതിർത്തി കടന്ന് മുർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകളിൽ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. SIR മാത്രമല്ല, വലിയ രീതിയിൽ മറ്റൊരു നിയമം കൂടി വെല്ലുവിളിയായിട്ട് അമിത്ഷാ കൊണ്ടുവന്നു. അത് ഇന്ത്യൻ ഫോറിനേഴ്സ് ആക്ട് 2025, എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025. ആ നിയമവും കൂടി വന്നപ്പോഴാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഈ വ്യാജരേഖ നിർമ്മിക്കുന്ന ആ ഒരു സംവിധാനത്തെ തന്നെ പൊളിച്ചു കളഞ്ഞു കേന്ദ്ര സർക്കാർ. അതോടുകൂടി ഈ വ്യാജരേഖ നിർമ്മാണം അവിടെ അവസാനിച്ചു. ഈ കൽക്കട്ടയിലടക്കം വലിയ രീതിയിൽ ഈ ബംഗ്ലാദേശികൾ, നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർക്കുന്ന കോളനികളുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ കോളനികളെല്ലാം ശൂന്യമായി, ഒഴിഞ്ഞു, ആളില്ല. 1,00,000 പേര് താമസിച്ചിരുന്ന ഗുൽബർഗ് കോളനിയിൽ ചെല്ലുമ്പോൾ 2,000 പേരേ ഉള്ളൂ. SIR നടപ്പാക്കാൻ ഫോം വിതരണത്തിന് ചെന്നപ്പോൾ ഈ കാഴ്ച നമ്മൾ കണ്ടതാണ്. പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പുരുഷാരം ഇങ്ങനെ ഈ അതിർത്തി റോഡിലൂടെ സഞ്ചരിച്ച് ബംഗാൾ കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. ധാരാളം അതിൻ്റെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആസാമിൽ ഇവർ ഈ ബംഗാളിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ച് പേര് ആസാമിൽ ചെല്ലാൻ ശ്രമിച്ചു. അന്ന് ആസാമിൽ വളരെ ശക്തമായ നിലപാട് ഹിമന്ത എടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ആസാമിൽ കുടിയേറാൻ പറ്റിയില്ല. ശരിക്കും കുടിയേറ്റമല്ല, കയ്യേറ്റമാണ്. എങ്കിലും നമുക്കതിനെ ഒരു കുടിയേറ്റമെന്ന് പറയാം. അങ്ങനെ ശ്രമിച്ചെങ്കിലും അതിന് ഹിമന്ത അനുവദിച്ചില്ല. അവിടെ ശക്തമായ നിലപാടെടുത്തു, പോലീസിനെ ഉപയോഗിച്ചു, നിയമം കർക്കശമായിട്ട് നടപ്പാക്കി. ഒരാളെ പോലും അന്യായമായി നുഴഞ്ഞു കയറാൻ ആസാം സർക്കാർ അനുവദിച്ചില്ല എന്നൊരു കാര്യം നടന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ആസാമിൽ ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞുകയറ്റക്കാർ, ഇപ്പം നുഴഞ്ഞു കയറിയ കുറേ ആൾക്കാരുണ്ട്, അവരെ കണ്ടെത്തി പുറത്താക്കണം. അതിങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടന്ന് NPRും മറ്റുമൊക്കെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററൊക്കെ അവിടെ വന്നതിന് ശേഷമേ ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ, SIR നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആസാമിൽ അത്ര എളുപ്പമല്ല ആ കാര്യങ്ങൾ. പക്ഷേ ആസാമികൾ, അത് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഹിന്ദുക്കളും തദ്ദേശീയരായ മുസ്ലിങ്ങളും ഒക്കെ വലിയ രീതിയിൽ BJPക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഭൂമിയാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് കയ്യേറി ഈ നുഴഞ്ഞുകയറ്റക്കാരായ ആൾക്കാർ കയ്യേറി കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്തത്, ഈ ആസാമിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പഴയ ആസാമല്ല. നോക്കൂ, ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടി ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു. ആ കമ്പനി പോയത് 79,000 കോടി രൂപയുടെ വികസനവുമായിട്ട് ആ കമ്പനി, നിക്ഷേപവുമായിട്ട് ആ കമ്പനി പോയത് ആസാമിലേക്കാണ്. കേരളത്തിലേക്കല്ല വന്നത്, കർണാടകത്തിലേക്കല്ല, തമിഴ്നാട്ടിലേക്കല്ല. അവർ നേരെ പോയത് ആസാമിലേക്കാണ്. കാരണം ആസാമിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. പുതിയ റോഡുകൾ, എക്സ്പ്രസ് ഹൈവേകൾ, ഫ്ലൈ ഓവറുകൾ, റിംഗ് റോഡുകൾ എന്നും വേണ്ട ഒരു സംസ്ഥാനത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ ഭംഗിയായി അത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കി. നമുക്കറിയാം, ആസാം ഒരു ഹില്ലി റീജിയനാണ്, മലയോര പ്രദേശം. അവിടെ റോഡ് നിർമ്മിക്കുക, ട്രെയിൻ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ആസാം വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പുതുച്ചേരി, അതായത് നമ്മൾ പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈ N രംഗസ്വാമിയാണ് കഴിഞ്ഞ തവണ വരെയുള്ള മുഖ്യമന്ത്രി. കഴിഞ്ഞ 4 തവണയും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ്. ഈ 5ാമത്തെ പ്രാവശ്യം പുതുച്ചേരിയിലും, അത് നമ്മളുടെ കേരളത്തിൽ നടന്ന അതേ സമയത്ത് തന്നെയാണ് പുതുച്ചേരിയിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അവിടെ കോൺഗ്രസ് ഇല്ല. അവിടെ കോൺഗ്രസ് മൊത്തത്തിൽ മാറി BJP വന്നതാണ്. അവിടെ കോൺഗ്രസ് ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെല്ലുവിളി BJPക്ക് ഇല്ല. ഈ രംഗസ്വാമിക്ക് സുഖമായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം, 5ാമത് മുഖ്യമന്ത്രിയായിട്ട് തുടരാം. എന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ നാട്ടുനടപ്പനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി. നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം, വേറെ വഴിയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി. എനിക്ക് പുതുച്ചേരിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെയല്ല ആസാമിൻ്റെ കാര്യത്തിൽ. ആസാം വലിയ ത്രെട്ടുള്ളൊരു സ്ഥലമാണ്.
ഈ പറഞ്ഞ പോലെ നമുക്കറിയാലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ മിഷണറിമാരുടെ, പെന്തക്കോസ്റ്റ് സഭകളുടെ ഒക്കെ നീക്കം നടക്കുന്നതായിട്ട് ഇൻ്റലിജൻസും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ ബംഗ്ലാദേശ് അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നുണ്ട് അമേരിക്കയ്ക്ക്. ഇങ്ങനെ ഒരു കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ്, അന്തരീക്ഷത്തിലാണ് ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര ഒക്കെ ഭരിക്കുന്നത് BJP ആണ്. അവിടെ അതിലേക്ക് ചെന്നെത്താനുള്ള ഒരു പ്രധാന കവാടമാണ് ആസാം. ആ ആസാമും BJP നിലനിർത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് BJPക്ക് ആസാമിൽ മാത്രമല്ല ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് BJP അവിടെ വളരെ കൃത്യമായിട്ട് ഏത് വിധേനയും ആസാം പിടിച്ചെടുക്കാനുള്ള, നിലനിർത്താനുള്ള എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. അത് ഫലവത്താകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കഴിഞ്ഞ 2025 ആസാമിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം വലിയൊരു സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അതിലൊരുപാട് പേര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹേമന്തിനെ ക്ഷീണം തട്ടില്ലേ? അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ തദ്ദേശീയർ ഹിമന്തയുടെ ഒപ്പമാണ്. ഈ നുഴഞ്ഞു കയറിയ ആൾക്കാരാണ് അവിടെ സംഘർഷം ഉണ്ടാക്കുന്നത്. അവരാണ് നടുറോഡിൽ നമാസ് നടത്തുന്നത്. ഈ നടുറോഡ് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നത് ഈ നുഴഞ്ഞു കയറിയ റോഹിംഗ്യകളും ഇവരുമൊക്കെയാണ്. ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് പോലും അവർ വലിയ ഭീഷണിയാണ്. അപ്പോൾ അവിടെ പൊതുശത്രുവിനെ നേരിടാൻ ആസാമികൾ ഒരുമിച്ചു. അതാണ് സത്യം. ആ ധൈര്യമാണ് ഹിമന്ത അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് MP ആയിരിക്കുന്ന ഒരാളിനെയാണ് ആസാമിലേക്ക് വിട്ടിരിക്കുന്നത്, അല്ലേ? ഗോഗോയ് ഈ പറഞ്ഞതുപോലെ ആസാമിൽ ജയിച്ചാലും തോറ്റാലും അയാളെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. തോറ്റാലും അയാൾക്ക് MP ആയിട്ട് തുടരാം, ജയിച്ചാൽ ആസാമിൻ്റെ മുഖ്യമന്ത്രിയാകാം. പക്ഷേ ജയിക്കണ്ടേ? നുഴഞ്ഞു കയറിയ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഉറപ്പായിട്ടും ഹിമന്തയുടെ നേതൃത്വത്തിൽ ഒരു തവണ കൂടെ BJP അവിടെ അധികാരത്തിലെത്തിയാൽ തീർച്ചയായിട്ടും അവരെ ഇപ്പം തന്നെ വളരെ സ്പീഡിയാണ് ആക്ഷൻ. അത് വളരെ ശക്തമായിട്ട് തുടരും. ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞു കയറിയ ആൾക്കാർക്കെല്ലാം ഇപ്പം തന്നെ അവർ സ്ഥലം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പോവും. ഈ നുഴഞ്ഞു കയറിയ ആൾക്കാർ കൈയടക്കിയ ഭൂമി അത് മുഴുവനും തിരിച്ച് ആസാമികളുടെ കയ്യിലെത്തും. അത് ഹിമന്ത അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കേരളം പോലെ തന്നെ അവിടുത്തെ റിസൾട്ടിന് വേണ്ടി, അതായത് പുതുശ്ശേരിയിലും ആസാമിലുള്ള റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതുശ്ശേരിയിൽ എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ തന്നെ അവിടെ BJP തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത്. രംഗസ്വാമി തന്നെ 5ാം മുഖ്യമന്ത്രി ആകുകയായിരിക്കും. എന്തായാലും ആസാമത്തെ വിധിയും കൂടി നമുക്ക് കേരളം പോലെ തന്നെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.